ആലോചിച്ച് നടത്തിയ ഒരു കല്യാണോ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ കരുതിയോ? എന്തായാലും വല്ലാത്തൊരു ശാപമായി പോയി. ഈ ഒരു പെണ്ണ് കാരണം എത്ര പേരായി വീട്ടിൽ വിഷമിക്കുന്നത്. നേരത്തെ അവളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ആ മൈഥിലിയുടെ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. എന്തായാലും പങ്കെടുക്കാം. ഏതു തരത്തിലാണെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള വക അതിലുണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട മോനെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ പരിഹാരം നമ്മൾ ഉണ്ടാക്കും. എന്തിനും പരിഹാരമില്ലേ മോനെ കാർത്തി? അതെ, ഒരു സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കാനുണ്ട്. സന്തോഷ വാർത്തയോ? അതെ അമ്മേ, ഈ തറവാട്ടിൽ എല്ലാവർക്കും തലവേദനയായി അലങ്ങി തിരിഞ്ഞ ഒരു ദുരാത്മാവ് ഒരു മന്ത്രവാദിയുടെ സഹായമില്ലാതെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അമ്മ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഷെടാ, ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞിട്ടും ഇവിടെ ആർക്കും സന്തോഷമില്ലല്ലോ. ആ മൈഥിലി പ്രേതം ഇവിടുന്ന് ഒഴിഞ്ഞു പോയിന്ന്. പോയെന്നോ? ആ, അവളോടെ പോയി വല്ല കരിമ്പനയിലും കാണും. ആ, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ എടുത്തു പോയി ലയിച്ചു കാണും. പ്രേതം തിരക്കി പോകുന്നത് പിശാചുക്കളുടെ അടുത്തേക്കാണല്ലോ. സാവിത്രിജി, എന്റെ ആങ്ങളയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയിന്ന് വെച്ച് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട കേട്ടോ. ഞാൻ എന്റെ പാടം നോക്കി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അയ്യോടാ പാവം. ദേ വാഴക്കൂട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ? വാഴക്കൂട്ടോ? ആ ദേ, നേരാണല്ലോ, വാഴപ്പാടി തിരുമേനിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഓർക്കാപ്പുറത്ത് അദ്ദേഹം വരുന്നതിന് എന്തോ കാര്യമുണ്ടല്ലോ. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇരുന്നാട്ട് തിരുമേനി. എന്താ തിരുമേനി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അസാധാരണമായ ഒരു ജ്യോത്സ്യവിധിയും പരിഹാരവും പറഞ്ഞിട്ടാണല്ലോ ഞാനിവിടെ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ ചെമ്പകമംഗലത്തെ കാര്യങ്ങളിൽ എനിക്കൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. അതായിരിക്കാം ഇന്ന് രാവിലെ നിമിത്തം പോലെ ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അത് വേഗം പറഞ്ഞേക്കാമെന്ന് കരുതിയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ തിരുമേനി? ചെമ്പകമംഗലത്തെ പരദേവതമാർ ചില കാര്യങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ മൈഥിലിയും കാർത്തിക് സാറും ഒരേ മുറിയിൽ അന്തി ഉറങ്ങണ്ട. പക്ഷേ മറ്റൊരു കാര്യം ജ്യോത്സ്യത്തിൽ തെളിഞ്ഞു. നിർബന്ധമായും നാളെ തന്നെ കുഞ്ഞിന്റെ ചോറൂണ് നടത്തണം. അത് നടക്കുന്നതോടെ ചെമ്പകമംഗലത്ത് നിലനിൽക്കുന്ന എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. ഹോ, എന്റെ ദൈവമേ! ഒരു കാരണവശാലും കുട്ടിയുടെ ചോറൂണ് നാളത്തേതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിത്യശാപമായിരിക്കും കുടുംബത്തെ ബാധിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇല്ല തിരുമേനി, നാളെ തന്നെ ചോറൂണ് നടത്തിയിരിക്കും, തീർച്ച. ഇത്തിരി തിരക്കുണ്ട്, ഞാനങ്ങോട്ട് ഇറങ്ങുകയാ. ഒന്ന് നിൽക്കൂ തിരുമേനി, ഒരു ദക്ഷിണ സ്വീകരിച്ചിട്ട് പോയാ മതി. വേണ്ട രാജലക്ഷ്മി അമ്മേ, ദക്ഷിണയ്ക്ക് ഇനിയൊരിക്കലാവാം. കഴിഞ്ഞ പ്രാവശ്യവും തിരുമേനി ദക്ഷിണ വാങ്ങിയില്ല. അതിലൊന്നും ഒരു കാര്യവുമില്ല. സന്മനസ്സല്ലേ രാജലക്ഷ്മി അമ്മേ ഏറ്റവും വലിയ ദക്ഷിണ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി തിരുമേനി. ഹോ, ആ മൈഥിലിയുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചല്ലോ. ആമേ, അമ്പലത്തിൽ നിന്ന് കുറച്ച് പുണ്യാഹം വാങ്ങി ഈ വീട്ടിലും പറമ്പിലും ഒക്കെ തളിക്കണം. ആനമറന്ന് ഇവിടുന്ന് പോയതല്ലേ. വൈശാഖേ, വൈശാഖ്,
കൊല്ലാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും നിന്നോടുള്ള പ്രണയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. വൈശാഖ വേണ്ട. കാർത്തിയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നടക്കും മൈഥിലി? എനിക്ക് ആ കുഞ്ഞിനെ വേണം വൈശാഖ. ആ മീനാക്ഷിയുടെ തകർച്ച കാണണമെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിലും അതെന്റെ കുഞ്ഞല്ലേടാ. നിനക്ക് കുഞ്ഞിനെ വേണോ അല്ലേ? വേണം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ആ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. റിലാക്സ്. ഓക്കെ 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 എനിക്ക് മനസ്സിലാവും. നീ സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകും. അതിന്റെ ആദ്യ വെടി ഇപ്പോ ചെമ്പകം മംഗലത്തെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവും.